മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, 1873 ജനുവരി 2-ാം തീയതി ഫ്രാൻസിലെ അലൻസോണിൽ ലൂയി മാർട്ടിൻ സെലിംഗൊരിൻ ദമ്പതികളുടെ 9ാമത്തെ സന്താനമായി ജനിച്ച വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ അനന്തകാരുണ്യവാനായ ദൈവത്തിന്റെ വലിയൊരു പദ്ധതി അവളിൽ നിറവേറിയതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 4.5 വയസ്സുള്ളപ്പോൾ തന്റെ പ്രിയപ്പെട്ട അമ്മച്ചി മരിച്ചുവെങ്കിലും ലിസ്യു പട്ടണത്തിലേക്ക് താമസം മാറ്റിയ തന്റെ അപ്പച്ചന്റെയും ചേച്ചിമാരുടെയും സ്നേഹലാളനയിലും മാതൃകയിലും അവൾ വളർന്നു വന്നു. ചെറുപ്പം മുതലേ ഈശോയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുവാനും ഒരു മിഷണറിയായി തീരുവാനും അവൾ ആഗ്രഹിച്ചു. ഈ ആഗ്രഹം പുഷ്പിക്കുന്നത് 15ാമത്തെ വയസ്സിൽ അവൾ കർമ്മല മഠത്തിൽ ചേർന്നത് മുതലാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: പിന്നെ യേശു മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ തന്റെ അടുക്കലേക്ക് വിളിച്ചു. ഈ സുവിശേഷ ഭാഗത്തെ ധ്യാനിച്ചുകൊണ്ട് കൊച്ചുത്രേസ്യ കർമ്മല മഠത്തിന്റെ അംഗമായി തനിക്ക് ലഭിച്ച വിളിയെപ്പറ്റി പറയുന്നത് ഇപ്രകാരമാണ്: യേശുവിന് എന്നെയും ഇഷ്ടപ്പെട്ടു, അവിടുന്ന് എന്നെയും സ്നേഹിച്ചു. അതിനാൽ എന്നെ അവിടുത്തെ സ്വന്തമായി സ്വീകരിച്ചു, എന്നെ അവിടുത്തെ പക്കലേക്ക് വിളിച്ചു. ലിസ്യുവിലെ ലൂയി മാർട്ടിന്റെ 14 വയസ്സ് മാത്രമുള്ള പ്രിയപുത്രി കൊച്ചുറാണി കർമ്മല മഠത്തിൽ ചേരുവാനുള്ള തന്റെ ആഗ്രഹം പ്രിയപ്പെട്ട അപ്പച്ചനോട് പറഞ്ഞപ്പോൾ അപ്പച്ചൻ കുനിഞ്ഞ് പുഷ്പിച്ചു നിന്നൊരു ലില്ലിച്ചെടി വേരോടെ പറിച്ചെടുത്ത് കൊച്ചുത്രേസ്യയുടെ കൈകളിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു: നാളിതുവരെ ഈ ചെടി മാർട്ടിൻ പർദീസായിൽ വളർന്നു. ഇനി കർത്താവിതിനെ കർമ്മലരാമത്തിലേക്ക് പറിച്ചു നടണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടുത്തെ ഹിതം നിറവേറട്ടെ. കർമ്മല മഠത്തിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിയ ധ്യാനാത്മക ജീവിതമാണ് 15ാമത്തെ വയസ്സു മുതൽ കൊച്ചുത്രേസ്യ നയിച്ചിരുന്നത്. എങ്കിലും ഈശോയെ സ്നേഹിക്കുവാനും മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടുവാനും അവൾ തന്നെ സമർപ്പിച്ചു. തനിക്ക് ലഭിച്ച വിളിയുടെ ആഴമായ അർത്ഥം കണ്ടെത്തുവാൻ അവൾ ദിവസം തോറും പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരു വൈദികനാകുവാനും ദൂരദേശങ്ങളിൽ പോയി വചനം പ്രഘോഷിക്കുന്ന ഒരു മിഷണറിയായി തീരുവാനും യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി രക്തസാക്ഷിണിയായി തീരുവാനും അവൾ ആഗ്രഹിച്ചു. ഒരിക്കൽ നല്ല ദൈവം തൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. മരണത്തിന് ഏതാനും നാളുകൾക്ക് മുമ്പ് പ്രാർത്ഥനയിലൂടെ കൊച്ചുത്രേസ്യ തൻ്റെ വിളിയുടെ അർത്ഥം കണ്ടെത്തി. യേശുവിൻ്റെ ശരീരമാകുന്ന തിരുസഭയിൽ തൻ്റെ സ്ഥാനം തിരുസഭയുടെ ഹൃദയത്തിലാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ സന്തോഷത്താൽ അവൾ വിളിച്ചു പറഞ്ഞു: ഹാ യേശുവേ, എൻ്റെ സ്നേഹമേ, എൻ്റെ ദൈവവിളി അവസാനം ഞാനത് കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ ദൈവവിളി സ്നേഹമാണ്, തിരുസഭയുടെ ഹൃദയത്തിൽ സ്നേഹമാണ്. അങ്ങയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കുക, അതുപോലെ മറ്റുള്ളവരെയും സ്നേഹിക്കുക. വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല, ചെറിയ കാര്യങ്ങൾ തൻ്റെ കടമകൾ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ചെയ്യുക. ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പരിത്യാഗം അനുഷ്ഠിക്കുക. ഇതാണ് പൂർണ്ണതയിലേക്കുള്ള മാർഗമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവൾ ജീവിച്ചു. ഈ മാർഗത്തിന് അവൾ ഒരു പേരും കൊടുത്തു: ആധ്യാത്മിക ശിശുത്വം. ദൈവസ്നേഹത്തിലും ദൈവാശ്രയത്തിലും അടിസ്ഥാനം വെച്ചുള്ള ഈ മാർഗമാണ് കൊച്ചുത്രേസ്യ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആധുനിക ലോകത്തിലെ മഹാവിശുദ്ധി എന്ന് അവൾ ഇന്നും അറിയപ്പെടുന്നത്. സ്നേഹമുള്ളവരെ, സ്വർഗത്തിൽ നിന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ അനുഗ്രഹങ്ങളാകുന്ന റോസാപുഷ്പങ്ങൾ നമ്മളുടെ മേൽ ചൊരിയട്ടെ എന്ന് ആശംസിക്കുന്നു.